ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മുടെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോഗിൻ്റെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസിനെ പറ്റി ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പം അതിലോട്ട് കടക്കാം. നമ്മളിപ്പോൾ ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പം ജസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു കോഡ് എഴുതുന്നു, നമുക്ക് എന്തുവാ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ജാങ്കോ തരുന്നൊരു ഹെൽപ്പായിട്ട് ഒരു ഇത് സഹായമായിട്ട് കണ്ടാൽ മതി അതിനെ. നമ്മളിപ്പം നെവ്ബാർ എഴുതി, നമുക്ക് പിന്നെയും പിന്നെ നെവ്ബാർ എഴുതേണ്ട വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. നമ്മളുടെ വിർച്വൽ എൻവയോൺമെന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിന് ജസ്റ്റ് ഒരു പൈത്തൺ ഫയലിലോട്ട് പോകുന്നു. താഴെ പൈത്തന്റെ ഇന്റർപ്രിറ്റർ വരും. അതിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതാണ്. ജസ്റ്റ് ഒന്ന് അടുത്ത പവർ ഷെല്ല് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, എന്നിട്ട് സി ഡി ബ്ലോക്ക് python manage.py run server. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഈ നെവ് ബാർ ഒക്കെ കണ്ടില്ലേ. നമ്മൾ ഈ നെവ് ബാർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഹോമിനകത്ത് പോകുവാണേലും എബൌട്ടിനകത്ത് പോകുവാണേലും കോണ്ടാക്റ്റിനകത്ത് പോകുവാണേലും ഇനി നമ്മളൊരു ലോഗിൻ പേജ്, ഒരു സൈൻ അപ്പ് പേജ്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള അതിനകത്തെല്ലാം വേണ്ട സംഭവമാണ് ഈ നെവ് ബാർ എന്ന് പറയുന്നത്. നെവ് ബാറും ഫോട്ടറും. അപ്പൊ നമ്മൾ പിന്നെയും പിന്നെ അതിന്റെ കോഡ് എഴുതുക, കോപ്പി പേസ്റ്റ് ചെയ്യുവാണെങ്കിലും അതൊരു റിപ്പിറ്റേഷനാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന് ഒരിടത്ത് എഴുതി വെച്ചിട്ട് നമുക്ക് വേണ്ടിടത്ത് മാത്രം അതിനെ കോൾ ചെയ്യുന്ന അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ അത് എന്തുവാ, നമുക്ക് കുറച്ചുകൂടെ എന്തുവാ കോഡ് എഴുതുന്ന റിപ്പീറ്റ് ചെയ്യേണ്ട, കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽപ്പാണ് ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ചെയ്ത് കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇവിടെ ടെംപ്ലേറ്റ്സിനകത്ത് വന്നിട്ട് base.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ ടെർമിനൽ എന്താക്കട്ടെ. ഓക്കെ, നമ്മളുടെ ഈ നെവ് ബാർ ഫുള്ള് നമുക്ക് അവിടെ നിന്ന് അത്രയും കട്ട് ചെയ്യാം. നെവ് ബാറിന് തൊട്ട് മണ്ടയ്ക്ക് HTML വരെയുള്ള ഫുള്ള് സംഭവം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അത് ഇവിടെ ബേസിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് താഴോട്ട് കുറച്ച് സ്പേസ് വിടുന്നു. എന്നിട്ട് താഴെ നമ്മളുടെ ഫൂട്ടർ തൊട്ട് താഴെ HTML സംഭവം ഇതുവരെ നമുക്ക് മൊത്തം കട്ട് ചെയ്യുന്നു. അതും ബേസിനകത്ത് തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ട സംഭവം, നമുക്ക് ഇനിയും ഈ ഇത്രയും സംഭവം നമ്മുടെ ഈ ബോഡിക്കകത്തുണ്ടായിരുന്ന ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത് ഈ നെവ്ബാറിന്റെയും ഫൂട്ടറിന്റെയും നടുക്കാണ്. അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഇടുന്നു, ബ്ലോക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു പേര് കൊടുക്കാം നമുക്ക്, കണ്ടന്റ്. ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ അവിടെ ഒഴിച്ചിടുവാണ്. നമുക്ക് ആ സ്ഥലത്തോട്ടാണ് ഇത്രയും ഡേറ്റനെ കൊണ്ടുവെക്കേണ്ടത്. നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലൊരു കൺസെപ്റ്റാണ്. നമ്മളിവിടെ ജസ്റ്റ് എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ജാവയ്ക്കകത്ത് ഈ എന്തുവാ ഇൻഹെറിറ്റൻസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡാണ്. അതുപോലെ നമ്മളിവിടെ എക്സ്റ്റെൻസ് ചെയ്തിട്ട് നമ്മളുടെ ആ ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി, base.html. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബേസിനകത്തുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതും കൂടെ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തിരുന്ന ബ്ലോക്ക് കണ്ടന്റ് ഇല്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കണം, ബ്ലോക്ക് കണ്ടന്റ്. എന്നിട്ട് ഈ എൻ ബ്ലോക്ക് എടുത്ത് ഏറ്റവും അവസാനം കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് കഴിഞ്ഞ ബേസ്, സിമ്പിൾ സംഭവം. ഓക്കെ, ഞാൻ ഇനി അടുത്ത് നമ്മുടെ എബൌട്ട് പേജ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ജസ്റ്റ് നമുക്ക് അവിടെ ഒരു about.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, about.html. എന്നിട്ട് നമുക്ക് അവിടെ എക്സ്റ്റെൻസ് base.html. എന്നിട്ട് നമ്മുടെ വ്യൂസിനകത്ത് വന്നിട്ട് നമുക്ക് ഈ HTTP റെസ്പോൺസ് മാറ്റാം അവിടെ നിന്ന്. എന്നിട്ട് നമുക്ക് അവിടെ റെൻഡർ ചെയ്യാം. റെൻഡർ റിക്വസ്റ്റ് പാസ് ചെയ്യുന്ന about.html. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ അബൌട്ടിലോട്ട് പോവാം. സെർവറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഒന്ന് സേവ് അടിച്ച് നോക്കാം. കൺട്രോൾ സേവ്. ഓക്കെ. സെർവർ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒന്നുകൂടെ. ഓക്കെ. നമ്മൾ ആ പേജിലോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ബേസ് ഡോട്ട് എച്ച് ടി എം എൽ. ബേസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് വെച്ചാൽ നമ്മുടെ നെവ്ബാറും ഫൂട്ടും മറ്റേ എച്ച് ടി എം എല്ലിന്റെ ആ ഒരു ബേസിക് ബോയിലർ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. നമുക്കപ്പം നമ്മൾ ഇതിന്റെ നടുക്കോട്ട് ഹോം ഡോട്ട് എച്ച് ടി എം എൽ, എബൌട്ട് ഡോട്ട് എച്ച് ടി എം എല്ലിനകത്തോട്ട് വന്നിട്ട് നമുക്കിനിയും ഇവിടെ ബ്ലോക്ക് ബോഡി എന്ന് പറഞ്ഞ ടൈപ്പ് ബ്ലോക്ക് കണ്ടന്റ് നമ്മൾ അവിടെ പേര് കൊടുത്തത്. നമ്മളിപ്പോ ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടോട്ടാണ് ബേസ് എന്ത് ബേസ് ഈ ബേസിനകത്ത് നമ്മളിവിടെ ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ആ ബ്ലോക്കിനകത്താണ് നമുക്ക് ഈ ഡാറ്റനെ കൊണ്ടുവരേണ്ടത്. നമ്മളവിടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ആ ഫയൽ വന്ന് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് നമുക്ക് ബ്ലോക്ക് കണ്ടന്റിനകത്തോട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് പിന്നെയും നമ്മളുടെ എച്ച് ടി എം എല്ലിന്റെ അത്രയും സംഭവങ്ങളും പിന്നെ നെവ് ബാറും പിന്നെ മറ്റേ ഫൂട്ടർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഡിസൈനിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത ദിവസം തൊട്ട് നമ്മളുടെ ബാക്ക് എൻഡിന്റെ വർക്ക് തുടങ്ങാം. ജസ്റ്റ് ഞാനിപ്പം എബൌട്ട് പേജിന് നമുക്ക് ബൂട്ട് സ്ട്രാപ്പിനകത്ത് തന്നെ പോവാം. എബൌട്ടിന് ബൂട്ട് സ്ട്രാപ്പിൽ പോകണ്ടെന്ന് തോന്നുന്നു. ഡോട്ട് കണ്ടെയ്നർ നമുക്കൊരു h1 ഡോട്ട് സെന്റർ കൊടുക്കാം. സെന്റർ കൊടുത്ത് എന്നിട്ട് നമുക്ക് ഇവിടെ h1 ഇങ്ങനെ ഓക്കെ h1നകത്ത് എബൌട്ട് കൊടുക്കാം. ഇവിടെ എബൌട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കാം. ഈ ഡോട്ട് സെന്റർ ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ലോറം മിക്സ് കൊടുക്കാം. ലോറം 200. ഓക്കെ. എബൌട്ട് പേജും വന്നിട്ടുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾ ഇനി ഈ ഡിസൈൻ ഒന്ന് കുറച്ചുകൂടെ വൃത്തിയാക്കി വെക്കണം. ഓക്കെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇനി എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം എബൌട്ട് പേജിലോട്ട് പോകുന്നത് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ പ്രോജക്റ്റിനകത്ത് വലുതായിട്ട് ഡിസൈനിങ്ങിനെ പറ്റി സംസാരിക്കുന്നില്ല. നമ്മൾ നമ്മളുടെ ഇ കൊമേഴ്സിനകത്തും ഈ മറ്റേ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പിനകത്തും മാത്രമേ നമ്മൾ ഡിസൈനിങ്ങിനെ പറ്റി എത്ര കാര്യമായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം അതൊരു കുറച്ചുകൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആ ഒരു UI നമുക്ക് അതിന് കൊടുക്കണം. കറക്റ്റ് ഒരു പ്രൊഡക്ഷൻ ഇറങ്ങുന്ന രീതിയിൽ സാധനം സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഡിസൈനിങ് അത്രേ ഉള്ളൂ അതൊന്നും വിചാരിച്ചിരിക്കേണ്ടത്. ഓക്കെ. നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത് തരുന്നു. ഓക്കെ. നമുക്ക് ബേസിനകത്തോട്ട് പോയിട്ട് നമുക്ക് ആ URL അവിടെ കൊടുക്കണം. അതൊരു ആങ്കർ ടാഗിനകത്തല്ലേ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ URL എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. നമുക്ക് അവിടെ URLന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ടൈപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിപ്പം VS കോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമാണ് നമുക്ക് ഇങ്ങനെ സജഷൻസ് വരുന്നതും ഓട്ടോ കംപ്ലീഷനും ഒക്കെ. നമ്മൾ ഇനി ഈ URLസിനകത്ത് വന്നിട്ട് നമുക്ക് എബൌട്ടിന് കൊടുത്തിരുന്ന നെയിം അവിടുന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ബേസിനകത്ത് വന്നിട്ട് അവിടെ ആ പേര് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. എബൌട്ടിനകത്ത് മറ്റേ URLസിനകത്ത് നമ്മൾ ഇനി ഹോമിലോട്ട് പോകുന്നു. ഓക്കെ. നമുക്ക് ഹോമിനും അതുപോലൊരു URL കൊടുക്കണം. ഹോം അവിടെ നമുക്ക് ജസ്റ്റ് ടെർമിനൽ ഇതാക്കട്ടെ. ഹോമിൻ്റെ അവിടെയും ജസ്റ്റ് URL നമ്മൾ ഹോമെന്ന് തന്നെയായിരുന്നു അതിന് പേര് കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഇത് കേസ് സെൻസിറ്റീവ് ആണ്, അത് നിങ്ങൾ മറക്കല്ലേ. ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാം. ഹോമിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഹോം പേജിലോട്ട് നാവിഗേറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് എബൌട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ എബൌട്ട് പേജിലോട്ട് നാവിഗേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ. അത് അത്രയും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ആ മറ്റേ ബ്ലോഗിൻ്റെ ഓക്കെ. നമുക്ക് ഇനി കോണ്ടാക്ട് പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ജസ്റ്റ് ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ഡിസൈനിങ്ങിനെ പറ്റി ഈ പ്രോജക്റ്റിനകത്ത് ഓവർ വറീഡ് ആവണ്ട. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്ത് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തോളൂ, കുഴപ്പമില്ല.
നമുക്ക് ഇനി ജസ്റ്റ് ഒരു ഫോം സെർച്ച് ചെയ്യാം. ഫോം ഫോംസ് ഓവർവ്യൂ ഡിസേബിളോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു സംഭവം മതി കോണ്ടാക്ടിനകത്ത്. നമ്മളിനി ഇവിടെ ഒരു ഫയലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു, contact.html. അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഈ കോഡ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മളുടെ URLസിനകത്ത് വന്ന ആദ്യം നമുക്ക് അതിനൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. റെപ്ലിക്കേറ്റ് ചെയ്ത് Ctrl+D അടിച്ചാൽ മതി. അതിന് ജസ്റ്റ് കോണ്ടാക്ട്, ഒരു കോണ്ടാക്ടിന് തന്നെ ഫംഗ്ഷൻ കൊടുക്കാം. നെയിമും കോണ്ടാക്ടിന് തന്നെ കൊടുക്കാം. ഇനി നമുക്ക് അതിനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. contact ആദ്യം പാസ് ചെയ്യണം, contact.html. ഗൈസ്, ഈ സംഭവമൊക്കെ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ, ഇത്ര ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ, അതത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. ഇവിടെ നമ്മളിനി കോണ്ടാക്ടിനകത്ത് ജസ്റ്റ് വന്നിട്ട് ഇതിനെ ആദ്യം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മൾ base.html ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. base.html. എന്നിട്ട് നമുക്കിനിയും ആ കോഡ് അവിടെ പേസ്റ്റ് ചെയ്യാം. ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കണം, എന്നാലേ നമുക്ക് അതവിടെ വരത്തുള്ളൂ. നമ്മൾ അതിന് ജസ്റ്റ് ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കുന്നു. ഈ എൻ ബ്ലോക്ക് നമ്മൾ അവിടെ കൊടുക്കണം, താഴെ കൊടുക്കണം. എന്നാലേ നമ്മളുടെ ഈ ഡേറ്റ നമ്മളുടെ ഈ ബ്ലോക്ക് base.htmlന്റെ ബ്ലോക്ക് കണ്ടന്റിന്റെ ഉള്ളിൽ വന്ന് സെറ്റ് ആവത്തുള്ളൂ. നമുക്ക് ഇതുപോലെ എത്ര ബ്ലോക്ക് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. നമുക്ക് ഈ ഈ സ്ക്രിപ്റ്റ് ടാഗിന് പകരം നമ്മളിവിടെ ജസ്റ്റ് ഒരു ബ്ലോക്ക് JS എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റ് ടാഗിനെ ഇവിടുന്ന് ബാക്കിയുള്ള പേജുകളിൽ നിന്ന് ലോഡ് ചെയ്യാം. അതിന് ഓരോന്നിനും ഓരോ പേജ് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓരോ പേജിനും ഓരോ JS വെച്ച് നമുക്ക് അങ്ങനെ ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളപ്പോൾ contact.html സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കോൾ ചെയ്ത് നോക്കാം. കോണ്ടാക്ട്. ഓക്കെ, നമുക്ക് അതിനെ ജസ്റ്റ് ഒരു കണ്ടെയ്നറിനകത്താക്കാം. കണ്ടെയ്നർ ഇത്രയും വന്നിട്ടുണ്ട്. ഈ ഇമെയിൽ അഡ്രസ്സിന്റെ കോൾ അവിടെ വേണ്ട, ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇതൊരു ഫോമിനകത്താക്കാം. ഫോം അതവിടെ കട്ട് ചെയ്ത് താഴെ കൊണ്ടുവന്ന് ഒരു സബ്മിറ്റ് ബട്ടൺ കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇൻപുട്ട് വേണ്ട, a.btn is to btn primary ഈസ് ടു ഇവിടുന്ന് കട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് അവിടെ സബ്മിറ്റ് എന്നും കൂടെ കൊടുക്കാം. സബ്മിറ്റ് പേജ് അങ്ങനെ നമ്മുടെ കോണ്ടാക്ട് പേജ് കൂടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ബൂട്ട് സ്ട്രാപ്പ് നോക്കി ഒന്ന് ചെയ്താൽ മതി. ഇത് നമുക്ക് ഈ കോണ്ടാക്ട് പേജിന്റെ ഒന്നും അത്ര വലിയ സംഭവം വരുന്നില്ല. നമുക്ക് ഈ കോണ്ടാക്ട് ബാക്ക് കൊണ്ടുവരുന്ന അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഡിസൈനിങ് അത്ര കാര്യമായിട്ട് ചെയ്യാത്തത്. നമുക്ക് ഈ ബ്ലോഗ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ബേസിക്സ് പഠിപ്പിക്കാനുള്ളതുകൊണ്ടാണ് ബ്ലോഗ് ഇപ്പൊ ചെയ്യുന്നത് തന്നെ. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇ-കൊമേഴ്സ് പ്രോജക്റ്റിലോട്ട് വേഗം കടക്കാനുള്ളതാണ്. ഓക്കെ, നമുക്കപ്പം ബാക്കി ഇനി എന്താ ഉള്ളത്, നമുക്ക് രണ്ട് ലിങ്കും കൂടെ ഇവിടെ കൊടുക്കാം. നമ്മളുടെ base.html നമ്മൾ ന്യൂ ബാർ കൊടുത്തേക്കുന്നത്. അപ്പം base.html വന്നിട്ട് നമുക്ക് ഇവിടെ കോണ്ടാക്ടിന് ശേഷം രണ്ട് ലിങ്കും കൂടെ വേണം. ഒന്ന് സൈൻ അപ്പ്. ഈ പ്രോജക്റ്റിൽ തന്നെ നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സൈൻ അപ്പ് കഴിഞ്ഞ് ലോഗിൻ. ഈ സൈനപ്പും ലോഗിനും നമുക്ക് ആവശ്യമുള്ള, അപ്പം നമ്മൾ അതിന്റെ ബാക്ക് എൻഡ് എഴുതുമ്പം ഡിസൈനിങ് ചെയ്യാം നമുക്ക്.
ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം വേണ്ടത്രയും ബേസിക്സ്, നമ്മളുടെ മോഡൽസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്, മോഡൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റാബേസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു ഗൈസ്. ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.